ഹായ്, ഇന്ന് ഞാനൊരു ഫിഷിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. എൻ്റെ അമ്മൂമ്മ പണ്ട് ഉണ്ടാക്കി തന്നിരുന്ന മീനിൻ്റെ ആ ടേസ്റ്റ് വെച്ചിട്ട് ഞാൻ കുഞ്ഞമ്മമാരടുത്തും അമ്മയടുത്തൊക്കെ ചോദിച്ച റെസിപ്പി മനസ്സിലാക്കി ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഞാൻ ഇടയ്ക്ക് അങ്ങനെ ഉണ്ടാക്കാൻ വലിയ പീസ് മീനൊക്കെ കിട്ടുന്ന സമയത്ത് ഞാൻ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോഴേ അത് അറിയൂ അതിൻ്റെ ടേസ്റ്റ് എന്താണ്. നല്ല പച്ചമീൻ തന്നെ അങ്ങനെ ഉണ്ടാക്കണം. നമ്മുടെ ഇത്തിരി പഴകിയ മീനോ അല്ലെങ്കിൽ പുഴമീനോ ഒക്കെ ആണെങ്കിൽ വേറെ മാതിരി ഉണ്ടാക്കാം. പിന്നെ എൻ്റെ കസിൻസിനും അത് ട്രൈ ചെയ്യാം, കാരണം അവരൊന്നും അത് കഴിച്ചിട്ടില്ല. അവരൊക്കെ വലുതായി വന്നപ്പോൾ അടുക്കള ഭരണമൊക്കെ കുഞ്ഞമ്മമാരെ ഏൽപ്പിച്ചു. അപ്പോൾ നമുക്ക് റെസിപ്പി കാണാം. അപ്പോൾ ഫിഷ് ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ശരിക്കും നമ്മൾ പണ്ട് കാലത്ത് മീനൊക്കെ തലേദിവസമാണ് കൊണ്ടുവരുന്നത്, പിറ്റേന്നായിരിക്കും ആവശ്യം. അന്ന് ഫ്രിഡ്ജൊന്നുമില്ല. അപ്പോൾ അന്നൊക്കെ ആൾക്കാർ ചെയ്തിരുന്ന വേവിച്ച് വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ പൊരിക്കും. രാവിലെയൊക്കെ ചോറ് കൊണ്ടുപോകണമായിരിക്കും. അപ്പം വേവിച്ച് വെച്ചിട്ട് പിറ്റേന്ന് പൊരിക്കും. പക്ഷേ അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പോൾ നമുക്ക് വേവിക്കാൻ വേണ്ടി ആദ്യം അരപ്പുണ്ടാക്കണം. അരപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ പൊടി ഇടുന്നതിനേക്കാളും അരപ്പിടുന്നതാണ് എപ്പോഴും ടേസ്റ്റും. പിന്നെ പൊടിയിടുമ്പോൾ കരിഞ്ഞു പോകും, എളുപ്പം അരപ്പ് കരിഞ്ഞു പോകും. അപ്പോൾ ചെയ്യേണ്ടത്, നമ്മൾ അരച്ചിട്ട് കുറച്ച് കൂടുതൽ അരച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യത്തിന് പെട്ടെന്ന് എടുത്ത് പൊരിക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് അരയ്ക്കാൻ വേണ്ട സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മൾ മീനാണ്. ഇത് ഇവിടെ ട്രിവാൻഡ്രം സൈഡിൽ വേളാപ്പാര മീനെന്ന് പറയും. അങ്ങ് വടക്കോട്ട് എങ്ങനെയാണ് പറയണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതിൽ വേണ്ടത് ചെറിയ ഉള്ളി, കറിവേപ്പില കുറച്ച് മതി അരയ്ക്കാൻ. പിന്നെ ഞാൻ ഒരു ഇത്തിരി പുളി എടുത്തിട്ടുണ്ട്. ഇതൊരു വലിയ കഷ്ണം മീനായതുകൊണ്ട് ഞാൻ ഒത്തിരി പുളി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയിലേക്ക് ഇടാം. പിന്നെ വേണ്ടത് മല്ലി. അവിടെ എൻ്റെ അമ്മൂമ്മയൊക്കെ മല്ലി ഉപയോഗിക്കുമായിരുന്നു പൊരിക്കാനായിട്ട്. അതിൻ്റെ ടേസ്റ്റ് വേറെയാണ്. അത് നിങ്ങൾ അത് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ അറിയാം. മല്ലി ഇതിനകത്തേക്ക് ഇടാം. പിന്നെ വേണ്ട കുരുമുളക്, അത് കുറച്ച്. പിന്നെ മഞ്ഞൾപ്പൊടി, അത് കഴിഞ്ഞ് വറ്റൽമുളക്, കുറച്ച് നാരങ്ങ നീരൊഴിക്കാം, മീനിൻ്റെ ഒരു സ്മെൽ. ഇതിപ്പോൾ ഫ്രഷ് മീനായതുകൊണ്ട് ഇത്രയും സാധനം മതി. അഥവാ ഇത്തിരി കേടായ മീനിനാണ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ യൂസ് ചെയ്യേണ്ടത്. ഇത് മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. നല്ല പച്ച മീനാണെങ്കിൽ ഇത്രയും യൂസ് ചെയ്താൽ തന്നെ മീനിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടൂ. അല്ലാണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയുടെ ആവശ്യമില്ല. ഇനി കേടായ മീനോ അല്ലെങ്കിൽ പുഴമീനോ ഒക്കെ ആണെങ്കിൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ ചേർക്കാം. അപ്പോൾ നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് അരച്ചെടുക്കാം. അരയ്ക്കുമ്പോൾ കുറച്ച് ദിവസത്തേക്ക് സൂക്ഷിക്കാനാണെങ്കിൽ വെള്ളം ചേർക്കാണ്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് അരച്ചാൽ നന്നായിരിക്കും. പിന്നെ നമ്മൾ അധിക ദിവസം വയ്ക്കൂലല്ലോ, അപ്പോൾ കുഴപ്പമില്ല. വെള്ളം ചേർത്ത് അരച്ച കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പക്ഷേ അല്ലാത്തവർക്ക് വേണമെങ്കിൽ കുറേ ദിവസം വയ്ക്കണമെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് അരച്ചിട്ട് ഫ്രീസറിൽ വെച്ചിരുന്നാലും മതി. ആവശ്യത്തിന് കുറച്ച് സമയം മുമ്പ് വെളിയിലെടുത്താലും മതി. നമുക്ക് ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇത് കുറച്ചൊന്ന് ക്രഷ് ചെയ്തു. ഇനി നമുക്കിതിനെ സൈഡിൽ നിന്ന് ഇട്ട് കൊടുത്തിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്നുകൂടെ ഒന്ന് അരയ്ക്കാം. ഇതിൽ ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് അരയ്ക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ചേർക്കാം. അപ്പോൾ നമ്മുടെ ഇത് മുളക് അരച്ചത് റെഡിയായി. ഇനി നമുക്ക് മീനിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഇനി അരപ്പ് എല്ലാം ഒരുപാട് ചേർക്കേണ്ട, നമുക്ക് ആവശ്യത്തിന് വേണമെന്നുള്ളത് പുരട്ടി നോക്കിയിട്ട് വേണം ചേർക്കാൻ. നമ്മളിങ്ങനെ അരച്ച് ബാക്കിയുള്ളതിനെടുത്ത് അകത്ത് വയ്ക്കാമല്ലോ. അപ്പോൾ ആവശ്യത്തിന് നോക്കിയിട്ടേ പുരട്ടി നോക്കിയിട്ട് വേണമെങ്കിൽ വീണ്ടും ചേർക്കണം. നല്ല എല്ലാ പീസുകളിലും പിടിക്കുന്ന രീതിയിൽ പുരട്ടണം. ഇത് വലിയ പീസാണ്. അപ്പോൾ ഇത് വെന്തിട്ട് പൊരിക്കുമ്പോൾ അതിൻ്റെ അകത്തെല്ലാം പിടിച്ചിരിക്കും. നല്ല ടേസ്റ്റാണ് അങ്ങനെ വേവിച്ചിട്ട് പൊരിക്കുമ്പോൾ. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയാൽ പിന്നെ നിങ്ങൾ അങ്ങനെ ചെയ്യൂ. പിന്നെ എളുപ്പം മൂത്ത് കിട്ടും. മറ്റേത് കുറേ സമയം ഇട്ട് പൊരിച്ച് അത് എല്ലായിടത്തും തെറിച്ച് ആകെ. ഇതങ്ങനെയല്ല,
നല്ല ഇത് വെന്തിരിക്കുന്നതുകൊണ്ട് നമുക്കതിൻ്റെ പുറം മാത്രം മുരിഞ്ഞെടുത്താൽ മതി. അപ്പോൾ എളുപ്പമാണ്. ഇതിൻ്റെ അകത്തൊക്കെ പുരട്ടി കൊടുക്കണം. അപ്പോൾ ഞാൻ ഇത് ചട്ടിയിൽ വെച്ച് ഇതിനകത്ത് കുറച്ചൊരു അരക്കപ്പ് വെള്ളം വേകാനായിട്ട് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അതിലൊരു കുറച്ചൊരു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇത് ചട്ടിയിലായതുകൊണ്ട്, നോൺ സ്റ്റിക്കിലാണെങ്കിൽ വേണ്ട, ഇതിപ്പോൾ അടിയിൽ പിടിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ്. എന്നിട്ടൊന്ന് കുലുക്കി കൊടുക്കണം. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇടയ്ക്കൊന്ന് മറിച്ച് കൊടുക്കണം. വേവിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ബാക്കി നമുക്ക് പൊരിക്കുന്ന സമയത്ത് കൂടെ ഇടാനാണ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് അടയ്ക്കാം. അപ്പോൾ നമ്മുടെ മീൻ വെന്ത് കഴിഞ്ഞു. ഇതാ കണ്ടോ, വറ്റി വന്നു. ഇതിൽ മല്ലിയൊക്കെ ഇട്ടതുകൊണ്ട് നല്ല അരപ്പ്, നല്ല കട്ടിയാണ്. പിന്നെ കല്ലുള്ളവർക്ക് അതിൽ വെച്ചിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഒരു തുള്ളി വെള്ളം പോലും ഉപയോഗിക്കാതെ അരയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചാൽ മതി. സാധാരണ നമ്മൾ പൊരിക്കാൻ ഒഴിക്കണ മാതിരി അത്രയും ഒഴിക്കേണ്ട, കുറച്ചൊന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതിയല്ലോ. അപ്പോൾ ഇതിനകത്തേക്ക് ഈ മീനിനെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ മീനെല്ലാം ഇതിനകത്തേക്ക് ഇട്ടു. ഇത് ഇടുമ്പോൾ വല്ലാത്ത സൗണ്ട്, അതാണ് ഞാൻ കട്ട് ചെയ്തത്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇതിനകത്തേക്ക് ഇടാം. കുറച്ചൊരു മൊരിഞ്ഞ മണം വരാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ പുറത്തുകൂടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് തുള്ളിക്ക് മതി. ഇതിനെ മുഴുവനും അടയ്ക്കേണ്ട, കുറച്ചൊന്ന് അടച്ചിട്ട് ഒരു ഗ്യാപ്പിട്ട് വേണം അടയ്ക്കാൻ, എയർ വെളിയിൽ പോകാൻ. അപ്പോൾ ഇങ്ങനെ അടച്ചു വെച്ചിട്ട് എളുപ്പം അത് മൊരിഞ്ഞ് കിട്ടും. അപ്പോഴത്തേക്കും നമ്മുടെ മീൻ റെഡിയാവും. അപ്പോൾ നമ്മൾ മീനിൻ്റെ ഒരു സൈഡ് മൊരിഞ്ഞു. ഒരു 5 മിനിറ്റ് മതി ഒരു സൈഡ് മൊരിഞ്ഞ് കിട്ടാനായിട്ട്. ഇനി മറിച്ച് കൊടുക്കാം. കുറച്ച് എണ്ണ മതിയാവും നോൺ സ്റ്റിക്ക് ആണെങ്കിൽ. ജസ്റ്റ് അത് വെന്ത് കഴിഞ്ഞതാണല്ലോ, കുറച്ചൊന്ന് മൊരിയാൻ മാത്രം മതി. അപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈ റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിൽ അരപ്പ് പിടിച്ച് പുരട്ടി വെച്ചിട്ട് വേവിച്ച് നമുക്ക് ഫ്രിഡ്ജിനകത്ത് എടുത്ത് വയ്ക്കാം. രാവിലെ എടുത്ത് പൊരിച്ചാൽ മതി. പിന്നെ ഇതിനകത്ത് കട്ടി പീസുള്ള മീനുകളെല്ലാം ഇതിങ്ങനെ പുരട്ടി വേവിക്കുമ്പോൾ അകത്തെല്ലാം പിടിക്കും. മറ്റേത് നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ അകത്തൊന്നും പിടിച്ചിട്ടുണ്ടാവില്ല. അതുപോലെ തൊലി ഉരിച്ചിട്ട് വേണം മീൻ ഉണ്ടാക്കാൻ. സൗകര്യം പോലെ ചിലർക്കത് ഇഷ്ടമായിരിക്കും. പക്ഷേ തൊലി ഉരിക്കുമ്പോഴേ ആ മീനിൻ്റെ ശരിക്കും നല്ല മണം വരുള്ളൂ. തൊലി ഉരിച്ച് അതിൻ്റെ പുറത്തുള്ള ചുണ്ണാമ്പെല്ലാം കളയണം, എന്നാലേ ആ മണം വരൂ. മറ്റേ തൊലി കരിഞ്ഞിട്ടുള്ള മണം വരും. അപ്പോൾ ഇതാ റെഡിയായി കഴിഞ്ഞു. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. വലിയ മീനൊക്കെ കിട്ടുന്ന സമയത്ത് നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഉണ്ടാക്കി നോക്കിയിട്ട് അതിനെക്കുറിച്ച് പറയണം തീർച്ചയായിട്ടും. വേറൊരു ദിവസം നല്ലൊരു വീഡിയോയുമായി കാണാം. ബൈ.